കടുമാങ്ങ കഴിക്കാനായിട്ടൊരു ആഗ്രഹം കേട്ടോ. കുറേ നാളായി ഇവിടെ കടുമാങ്ങ ഉണ്ടാക്കിയിട്ട്. ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആഷ്മിക്ക് 2 ദിവസം ഉണ്ടെങ്കിൽ പറയും നമ്മേ മാങ്ങ ഉണ്ടാക്കും ചമ്മന്തിലൂടെ നല്ലതെന്ന്. അങ്ങനെ ഞാനിന്ന് പച്ചക്കറിക്കടയിൽ പോയപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ട്, അരിഞ്ഞതാണ്ട് കടുമാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം പോലും വിനാഗിരി ചേർക്കാതെ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കയ്യോടെടുത്ത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലോട്ട് വെക്കണം, ഇല്ലെങ്കിൽ ഇത് പൂത്ത് പോകും. പിന്നെ നമുക്ക് ഓണം വരെ ഇരിക്കേണ്ടത് കേട്ടോ. ഓണത്തിന് കൂടെ കണക്കൂട്ടിയാണ് ഞാൻ ഇട്ടത്. പിന്നെ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാർ, പയറ് മെഴുക്കുവരട്ടി, മീൻ വറുത്തിട്ട്. ഇന്ന് ചിങ്ങി 1-ാം തീയതിയിലത്തെ വീഡിയോ കേട്ടോ. എഡിറ്റ് ചെയ്യാൻ താമസിച്ച് പോയത്. അപ്പോൾ രാവിലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പണി കിട്ടിപ്പോയി. നമ്മുടെ ചില്ല് ഇങ്ങനെ പീച്ചിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ചില്ല് 2ആയിട്ടങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഇല്ല പക്കാവടയുടെ ഷേപ്പിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ വിചാരിക്കും ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം പക്കാവട ഉണ്ടാക്കിയിട്ട് ഇനി 2 ചില്ലും കൂടി ഒരുമിച്ചായെന്നും പറഞ്ഞ് എടുത്ത് വെച്ച് നോക്കിയപ്പോഴറിഞ്ഞത് അത് പൊട്ടിപ്പോയെന്ന് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് അതങ്ങ് മിച്ചറാക്കണമെന്ന് കുഞ്ഞ് ഒരു നൂല് പോലെ വരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പിന്നീട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുമ്പേ കാണിച്ച ഡ്രസ്സ് നമ്മുടെ ആഷ്മിക്ക് ആർട്ട് ഫെസ്റ്റിന് നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്മ തയ്ച്ചാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമ്മുടെ ആഷ്മിക്ക് ഒരു ജോഡി ഓണക്കോടി എടുക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലച്ചുവിന് ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഷ്മിക്ക് എടുത്തില്ല. അപ്പോൾ ആഷ്മിക്ക് സ്കൂളിൽ ഇടാനായിട്ട് എടുക്കാൻ പോയതാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ആർട്ട് ഫെസ്റ്റാണ്, അതിൻ്റെ നാടോടി നൃത്തമുണ്ട്, ലച്ചുവിൻ്റെ മോഹിനിയാട്ടം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫർണിക്കാവിൽ റെയിൻബോയിൽ കയറി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ആഷ്മിയുടെ നാടോടി നൃത്തത്തിനും പിന്നെ ഓണം ഫംഗ്ഷനും തുണിക്ക് ചേരുന്ന മാല, വള, കമ്മൽ ഒന്നും പറയണ്ട. എന്തായാലും ഓണം അടുപ്പിച്ച് നല്ല ചിലവാട്ടോ. ലച്ചുവിനൊരു ഷോൾ വേണമായിരുന്നു. ആഷ്മിക്ക് പിന്നെ നാടോടി നൃത്തത്തിന് വേണ്ടിയിട്ടൊരു കൊട്ട വേണമായിരുന്നു, പഴയ ടൈപ്പിലുള്ള കൊട്ട കേട്ടോ. ഇപ്പം പഴയ ടൈപ്പുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ലല്ലോ. പക്ഷെ നമ്മുടെ ശാസ്താംകോട്ട ചന്തയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏത് സാധനവും കിട്ടും കേട്ടോ. നമ്മൾ ചെന്നപ്പോഴേ നമ്മുടെ പരുവത്തിനൊരു കൊട്ട കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ട് പറഞ്ഞേക്കേ വന്നിട്ടാണ് പിന്നെ ബാക്കി പർച്ചേസിങ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.